എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട മതാധ്യാപകരെ, മതബോധന വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തതിനെ അനുസ്മരിക്കുന്ന ഈ ഈസ്റ്റർ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. എന്താണ് ഈശോയുടെ ഉത്ഥാനം നമ്മെ പഠിപ്പിക്കുന്ന സത്യം എന്നത് നമ്മൾ ധ്യാനിക്കേണ്ട സമയമാണിത്. തിന്മയുടെ ശക്തികൾ എല്ലാവരും കൂടി സംഘടിച്ച് സത്യത്തിൻ്റെ സത്യമായ, നന്മയുടെ നന്മയായ ദൈവത്തെ, ഈശോയെ, അവിടുത്തെ തിരുവചനത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുകയാണ്. തിന്മയുടെ ശക്തികൾ താൽക്കാലികമായി വിജയം വരിച്ചു എന്ന് തോന്നത്തക്ക വിധത്തിൽ കർത്താവിനെ കുരിശിലേറ്റാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഒരു സത്യത്തെയും എന്നേക്കുമായി ആർക്കും മൂടിവയ്ക്കാനാവില്ല. ദൈവത്തെ എന്നേക്കുമായി ആരുടെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. വിജയശ്രീലാളിതനായി ദൈവം തിരികെ വരുന്നു. അന്തിമമായ വിജയവും അന്തിമമായ ചിരിയും ദൈവത്തിൻ്റെതായിരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈശോയുടെ ഉത്ഥാനം. നമ്മുടെയും ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ നൽകുന്ന വെള്ളിയാഴ്ചകൾ കടന്നുവരും. വിചാരിക്കാത്ത തിരിച്ചടികൾ സംഭവിച്ചെന്നിരിക്കും. ഉത്ഥാനം ചെയ്ത ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കഷ്ടതയുടെ നാളുകൾ കടന്നു പോകുമെന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ട് അനുഗ്രഹിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്നുമുള്ള സത്യമാണ്. അതുകൊണ്ട് എല്ലാ സഹനങ്ങളെയും പ്രത്യാശയോടെ നേരിടാൻ ഈ ഉത്ഥാന തിരുനാള് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഉത്ഥാനം ചെയ്ത ഈശോ അരുളി ചെയ്തത് സമാധാനം നിങ്ങളോടുകൂടെ എന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെ നടുവിൽ ഉത്ഥിതൻ നമുക്ക് പകർന്നു തരുന്നത്, ആവർത്തിച്ച് പറഞ്ഞു തരുന്നത് സമാധാനം നിങ്ങളോട്. സമാധാനം എന്നത് ഏതെങ്കിലും ഒരു പുണ്യം എന്ന നിലയിലല്ല. സമാധാനം എന്നത് ഉത്ഥാനം ചെയ്ത ഈശോയുടെ പേര് തന്നെയാണ്. ഉത്ഥിതനായ ഈശോ നമ്മോടുകൂടെ ഉണ്ട് എന്നാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. പ്രിയ മക്കളെ, ഉത്ഥിതനായ ഈശോ മിശിഹ നമ്മോടുകൂടെയുണ്ട് എന്നും അതിനാൽ ജീവിതത്തിൽ ഇനിമേൽ നാം ഒറ്റയ്ക്കല്ല, നാം ഭയപ്പെടേണ്ടതില്ല, പ്രതിസന്ധികളിൽ തളരേണ്ടതില്ല എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തല് ഉത്ഥിതനായ ഈശോ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഈശോ മഗ്ദലനക്കാരി മറിയത്തോട് പറഞ്ഞു, സ്ത്രീയെ, നീ കരയേണ്ട, എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവിൻ്റെ സമാധാനപൂർണമായ സാന്നിധ്യമാണ് ഉത്ഥാനത്തിലൂടെ നമുക്ക് സംലഭ്യമാകുന്നത്. അതുകൊണ്ട് ഇരുളിൻ്റെ രാവു മാറി പ്രഭാതം വിടർന്നപ്പോൾ ഉത്ഥാനത്തിൻ്റെ സന്ദേശം ശിഷ്യഗണത്തിന് സമാധാനം പകർന്നതുപോലെ നമ്മുടെയും ജീവിതത്തിൻ്റെ ഇരുണ്ട മേഖലകളൊക്കെയും മാറ്റിക്കളയാൻ ദൈവപുത്രൻ വരുന്നു എന്ന ആ വലിയ സന്തോഷം ഈ ഉത്ഥാന തിരുനാളിൻ്റെ സദ്വാർത്തയായി നമുക്ക് സ്വീകരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.